അടിപൊളി വ്യൂ ഏട്ടാ, സൺസെറ്റ് അടിപൊളി. കപ്പിൾസ് ഒന്നും വരണ്ട, ഫ്രണ്ട്സ് മാത്രം വന്നാൽ മതി കേട്ടോ. മുഴുവൻ പ്രകൃതി പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ ഇവിടെ. ഹലോ ഗായ്സ്, ഞാൻ അനൂപ്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലേസ് ഭയങ്കര ഒരു സുന്ദരമായിട്ടൊരു പ്ലേസാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, മുഴുവൻ പ്രകൃതി പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ ഇവിടെ. ഈ സ്ഥലം എന്ന് പറയുന്നത്, എൻ്റെ ബാഗിൽ കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ കോട്ടുവിള കടവ് അന്വേഷിച്ച് വന്നപ്പോൾ കണ്ടതാണ്. കണ്ടില്ലേ, നല്ല ഒരു റോഡുണ്ട് ഇവിടെ. വേറെ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയുടെ ശബ്ദമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. മുഴുവൻ സമാധാനം ശാന്തിയുള്ളൊരു സ്ഥലം കേട്ടോ. ചെറിയ വണ്ടികളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് പശു മെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ റബ്ബർ കാടുകളാണ് കേട്ടോ. അങ്ങോട്ട് ഞാൻ പോയായിരുന്നു, പക്ഷെ അങ്ങോട്ടല്ല നമുക്ക് പോകാണ്ട്. നമുക്ക് ഈ കടവിൻ്റെ അപ്പർ സൈഡ് പോകാം. ഞാൻ വേറെ വഴിയാണ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അടിപൊളിയാണ് ആ വീഡിയോ. ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴേ ചെറിയൊരു വെയിലേ ഉള്ളൂ. കണ്ടില്ലേ, ഈവനിങ് ടൈം ആകുമ്പോൾ ഈ ചെറിയൊരു വെയിലേ ഉള്ളൂ. ഈ വെയിലിൽ ഇവിടെ വന്നിരിക്കാം. ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണ്. നല്ല ശാന്തി സമാധാനമുള്ളൊരു സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതൊരു റാൻഡമായിട്ട് ഈ വണ്ടിയിൽ പോയതാണ് സ്ഥലം, നമ്മൾ ഇനി കാണാൻ പോകുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഈ പ്ലേസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഒരു ഗ്രൗണ്ട് പോലെയാണിത്. എനിക്ക് തോന്നുന്നു ആ വെള്ളം കുറവായപ്പം ഈ കര കയറിയതാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. എന്തായാലും നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ ഈ അടുത്തുള്ള പ്രദേശത്തുള്ള ആളാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വന്നു നോക്കൂ. ഈ സ്ഥലത്തൊന്ന് വൈകിട്ടൊക്കെ വന്നിരുന്നു. ഈ റോഡ് വഴിയാണ് വരേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനാട് നെടുമങ്ങാട് റോഡ്, അല്ലെ കാട്ടാക്കട നെടുമങ്ങാട് റോഡാണിത്. അതായത് നമ്മുടെ കാട്ടാക്കട നെടുമങ്ങാട് റോഡ് പോകുമ്പോൾ കൂവക്കുടി എന്ന് പറഞ്ഞ ബ്രിഡ്ജുണ്ട്. അതെല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും അവിടെ ഇറങ്ങി ചായ കുടിച്ചതിൻ്റെ സ്ഥലമാണ് ഇതുവഴി പോകുന്നവരൊക്കെ. ആ റോഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പുണ്ട്. ഈ പെട്രോൾ പമ്പിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഈ മുണ്ടേല കോട്ടുവിള റോഡ്, അതാണ് ഞാൻ ഈ വന്ന ഈ റോഡ്. അത് ജസ്റ്റ് ഒന്ന് താഴോട്ടിറങ്ങുമ്പം ഈ ഒരു സ്പേസ് കാണാം. ഇവിടെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇനി ഞാൻ പോകുന്നത് ഞാൻ ആദ്യമേ അന്വേഷിച്ച് വന്ന ആ കോട്ടുവിള കടവിലാണ്. ഇതാണ് കൂവക്കുടി ബ്രിഡ്ജ്. ഞാൻ വഴി തെറ്റിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട സ്ഥലത്ത് ഞാൻ ആദ്യം എത്തിയത്. ഞാൻ ആക്ച്വലി ഈ പ്ലേസിലൂടെയാണ് ആദ്യമേ വന്നത് കേട്ടോ. ഈ അമ്പാടി ഫുഡ് പ്രോസസിൻ്റെ അതുവരെ ഞാൻ പോയി. പിന്നെ വഴി തെറ്റിയിരുന്നേരി തിരിച്ചു വന്നിട്ടാണ് ഞാൻ ചോദിച്ചത്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പം ഈ വഴി തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ അത്. അതിൽ അഡ്വക്കേറ്റ് ഉണ്ട്, പേടിക്കണ്ട. ഇവിടെ നോക്കടേ, പഴയ വീട്, റബ്ബർ കാട്, ഒട്ടും റബ്ബർ കാട്. ഫോണിലെ ഷേക്ക് ഉള്ളത് റോഡ് ശരിയല്ല കേട്ടോ. കാരണം ഫോൺ എത്ര ഷേക്ക് വരുന്നു. ഇത് അവിടെ തന്നെ ചെന്ന് എത്തുവാവോ? അതിൻ്റെ റോഡൊക്കെ തീർന്നു. ഞാനങ്ങനെ ഉദ്ദേശിച്ച കടവിലെത്തി. പക്ഷെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കടവല്ല ഇത്. ഞാൻ കണ്ട കടവ് ഇങ്ങനെയല്ല. അതേ ഇരിക്കുന്നു. ഓക്കെ. ഓ, അടിപൊളി സൺസെറ്റ് കേട്ടാ. നമുക്ക് ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണാം ഇന്നത്തെ ദിവസം. ഈ ഒരു പ്ലേസ് ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അടിപൊളി കേട്ടോ. നോക്കി എൻ്റെ ബാക്കിൽ ഇതൊരു കടവാണ്. ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോവാം. പക്ഷേ വെള്ളം കരമന ആറാണ്. എനിക്കത്ര വിശ്വാസമില്ല വെള്ളത്തിൽ. പക്ഷെ വ്യൂ നോക്കി ഇവിടെ നിന്ന്. അടിപൊളി വ്യൂ കേട്ടാ. സൺസെറ്റ് അടിപൊളി. അടിപൊളി വ്യൂ കേട്ടാ. സൺസെറ്റ് അടിപൊളി. നമുക്കിതാ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടിരുന്നു ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനായിട്ട്. ആരും യൂസ് ചെയ്യാതെ പോയി. ഇതുപോലുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ എല്ലാവരും വൈകിട്ടൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ മലിനപ്പെട്ട് പോകും. മലിനപ്പെടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മനസ്സിലായല്ലോ അല്ലേ? പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ. എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് നമുക്കുണ്ട്. ഇത് അപ്പുറത്തുണ്ട് കേട്ടോ, ഇതുപോലത്തെ സ്ഥലം അപ്പുറത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം വന്ന വഴിയാണത്. അതുവഴി വന്ന് അവിടെ എത്തുമായിരുന്നു.
പക്ഷെ എനിക്ക് വഴി കിട്ടിയില്ല. പക്ഷെ ഇത് സ്ഥലം കേട്ടോ, ഇവിടെ ഇരുന്ന് നല്ല സൺസെറ്റ് ആക്കിയേ. ഇത് എനിക്ക് കിട്ടുന്ന വ്യൂ ആണിത്, എൻ്റെ വ്യൂ ആണിത്. സൺസെറ്റ് അല്ലേ, ഒരു ഈവനിങ് ടൈമിലെ ഒരു ഗോൾഡൻ അവറിലെ വ്യൂ ആണ്. ആ വെള്ളത്തിലേക്ക് നോക്കിയേ, എനിക്ക് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നല്ല കാറ്റുമുണ്ട്, ഇലകളാണെങ്കിൽ വേണ്ട കാറ്റുണ്ട്. കിളികളൊക്കെ പറന്നു പോകുന്ന നോക്കിയേ, ഇത് കിളിയാണ് ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ. കാണാമോന്ന് അറിഞ്ഞൂടാ, എന്തോ ഒരുപാട് കിളിയുണ്ട് ഇവിടെ. കണ്ട ഇഷ്ടം പോലെ കിളി. ഇതെന്ത് കിളിയാണ്? എന്തായാലും കൊള്ളാം കേട്ടാ, അടിപൊളി സ്ഥലം. കപ്പിൾസ് ഒന്നും വരണ്ട, ഫ്രണ്ട്സ് മാത്രം വന്നാൽ മതി. ഫ്രണ്ട്സിന് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ കുറെ വീടുകളുടെ ഇടയിൽ കൂടെ വേണം ഇവിടേക്ക് വരാൻ. പിന്നെ അവിടെ നോക്കിയൊരു വീടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന്. ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, പൂട്ടിയിട്ടൊക്കെയാണ്. പക്ഷെ നല്ല സ്ഥലം, ബസ് സ്റ്റോപ്പ് പോലെ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇരുന്ന് കാണാനായിട്ട്. പക്ഷെ നല്ല വൃത്തിയെ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ, ഇവിടെ ഉള്ളവർക്കും ഒക്കെ വന്നിരിക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, ഈ സ്പോട്ട് കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ ഈ കാണുന്ന സ്ഥലമാണ് കോട്ടവിള കടവ്, അല്ലെങ്കിൽ കൊട്ടവിള കടവ്. എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ കുറേ സമയം ഇവിടെ ഇരുന്നു, ഈ ഒരു സൺസെറ്റ് നല്ലപോലെ ആസ്വദിച്ചു കേട്ടോ. ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി, അടിപൊളി വീഡിയോസാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി വീഡിയോസ് കാണണമെങ്കിൽ. അപ്പോൾ ഈ ഒരു സ്പേസ് നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അവിടെ കണ്ട ഒരു ബോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, മീൻ പിടിക്കാനാണെന്ന് തോന്നുന്നു. അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷെ എങ്ങോട്ട് പോകും എന്നൊന്നും അറിയത്തില്ല, ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഏതൊരു സ്ഥലത്തോട് ഞാൻ ഇവിടെ എത്തി. ആ കടവ് അന്വേഷിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ വഴിയിലൂടെ പോയാലെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുൾ ഒരു സ്പേസാണ്. ഒരു കോവിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, ഇതുവഴി പോയി നോക്കാം. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആദ്യം പരിചയപ്പെട്ട 2 പേരാണ് കേട്ടോ. ഇത് അമ്പുവും അവൻ്റെ ഫ്രണ്ടും. അടിപൊളി കേട്ടോ, നല്ല അടിപൊളി സീനറി. ഇതിങ്ങനെ പോകും കേട്ടോ. ഇവിടെ നല്ലൊരു സൺസെറ്റ് വ്യൂ ഉണ്ട് ഇല്ലേ, അടിപൊളി. ഇതിങ്ങനെ വളഞ്ഞു പോകുന്നൊരു ആറാണ് കരമന ആറ്. ഞാൻ ഇവിടെ നിന്ന് പിന്നെ ഫ്രണ്ടിലോട്ട് കിടക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വഴിയുണ്ട്, ഈ വഴിയിലൂടെ അങ്ങോട്ട് പോയാൽ നല്ല വ്യൂസ് ഉണ്ടെന്നാണ് നമ്മുടെ പയ്യൻ പറഞ്ഞത്. ഭയങ്കര രസമാണ്. ഇവിടെ തന്നെ നല്ല വ്യൂ ഉണ്ട്. സ്ഥലം ഇവിടെ ഇത്, ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞ് വിശ്വസിക്കൂ. ഇതൊക്കെ തിരുവനന്തപുരത്താണോ? ഇതൊക്കെ തിരുവനന്തപുരത്തെന്ന് പറയുമ്പം വെള്ളനാട്, ഇത് വെള്ളനാടാണിത്. ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചാട്ടം വരെയൊക്കെ പോകണം. നമ്മുടെ പയ്യൻ പറഞ്ഞ് ഇതുവഴി പോകാനല്ലേ, പോയി നോക്കാം എന്താണെന്ന്. അവിടെ എനിക്ക് തോന്നുന്നില്ല അവിടെ എന്തെങ്കിലും കാണുമെന്ന്. ഇവിടെ ഞാൻ പോണ വഴിയുണ്ട, ഇവിടെ തന്നെ കരമനയാറ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ആറിൻ്റെ സൈഡിൽ കൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഇവിടെ നല്ല ഗ്രാമം ഉൾപ്രദേശമാണ്. അവിടെ കണ്ട പശുവിൻ്റെ ഫാമൊക്കെ ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും വലിയ ചെടിയൊക്കെ കാട്ടിനകത്തേ കണ്ടിട്ടുള്ളൂ. അവിടെ എന്തുണ്ടെന്ന് നോക്കാൻ പോവാം. പക്ഷെ ഇവിടെ നല്ല രസമുണ്ടെന്നാണ് കേട്ടോ കാണാൻ. അടിപൊളി ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. സെറ്റ്. പയ്യൻ വെറുതെ ഇപ്പുറത്ത് പോയി ചൂണ്ടിടാം. കിട്ടിയാ? ഇവിടെ മീൻ കിട്ടിയാ? ഇവിടെ ചാടി പോണം. ആദ്യമായിട്ടാണ് ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ ഇവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.